ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല. സമയത്തിൻ്റെ പ്രശ്നം, ജോലിയുടെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് തന്നെ നോക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡ്രീം ഫിറ്റിൻ്റെ 18-1 മൾട്ടിപർപ്പസ് ഫിറ്റ്നസ് ബെഞ്ചുമായിട്ടാണ്. മൾട്ടിപർപ്പസ് ബെഞ്ച് എന്ന് പറയുമ്പം എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണത്തില്ല. ജിമ്മിലൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നേരത്തെ ജിമ്മിൽ പോയിട്ടുള്ളവർക്കും എല്ലാവർക്കും അതെന്താണെന്ന് മനസ്സിലാവും. ഞാൻ ഈ കാണിക്കുന്നതാണ് ബെഞ്ച്. നമ്മൾ ജിമ്മിലൊക്കെ ഇതിന് വലിയതാണുള്ളത്. നമ്മൾ വീട്ടിലെ യൂസിന് വേണ്ടി നമ്മൾ ചെറിയൊരു വേർഷനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ തന്നെ നമുക്ക് ഫിറ്റ്നസ് നോക്കാം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളവർ. പക്ഷേ എല്ലാവരും തുടങ്ങി വെക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ മടി, അങ്ങനെ കൊണ്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. പക്ഷേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ പേർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടമുള്ളത്. നമുക്കിഷ്ടമുള്ള സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മളിത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇൻസ്റ്റാളേഷൻ വെച്ചാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ്. നമ്മൾ കുറേ ഓൺലൈൻ സൈറ്റിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മൾ നോർമൽ എല്ലാവരും നോക്കുന്ന എല്ലാ സൈറ്റിലും നോക്കി അതിന് ശേഷമാണ് നമ്മളിത് പർച്ചേസ് ചെയ്ത് മേടിച്ചിരിക്കുന്നത്. ആമസോണിൽ നോക്കിയപ്പം കുറേ നെഗറ്റീവ്സ് കമൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ബിൽഡ് ക്വാളിറ്റി നല്ലതല്ല, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻസ്. അതെന്ന് വെച്ച് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിലായിരുന്നു കുറച്ചുകൂടെ പോസിറ്റീവ് കമൻസും. പിന്നെ വിലയുടെ കാര്യമാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ തന്നെയായിരുന്നു നമുക്ക് അഫോർഡബിൾ ആയിട്ട് പ്രൈസിലുള്ളത്. ആമസോണിൽ പ്രൈസും കൂടുതലാണ്, എന്നാൽ നെഗറ്റീവ് കമൻസ് ആണ് കൂടുതലുള്ളത്. നമ്മൾ ഈ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം നമുക്ക് വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ദൂരം നിന്ന് ട്രാവൽ ചെയ്ത് നമുക്ക് ഇവിടെ വരെ വരാനുള്ള ആ ഒരു രീതിക്കാണ് ഇത് നല്ലതായിട്ട് പാക്ക് ചെയ്ത് എല്ലാം ഒന്നും വരാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഓരോ പാർട്സ് ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മളിനി ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഇത് നോക്കിയിട്ട് എനിക്ക് തന്നെ അറിയുന്നില്ല ഇതിപ്പോൾ എവിടേക്ക് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് എന്തായാലും ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കാല് ഫുൾ സെറ്റ് ചെയ്ത് വരുന്ന ഇതിൻ്റെ ആണെന്ന്. കുറേ സ്ക്രൂ ഉണ്ട്, കുറേ നെറ്റും ബോൾട്ടും എല്ലാം വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഇതിന് സ്പാനറുകൾ, നമുക്ക് ഇതിന് ടൂൾസുകളുണ്ട് നമുക്കിത് ജോയിൻ ചെയ്യാനുള്ള. ഇതിൻ്റെ കൂടെ ടൂൾസ് ഒന്നും നമുക്ക് വരുന്നില്ല. നമ്മളുടെ കയ്യിൽ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയൊക്കെ നല്ലതാണ്. കാരണം ഇതിൻ്റെ ഈ സ്ക്രൂ എല്ലാം മുറുക്കാനും 10-15-ഒക്കെ സ്പാനറും എല്ലാം വേണമായിരുന്നു നമുക്ക്. അപ്പം നമ്മുടെ കയ്യിൽ അത് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അത് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്കിത് വരുമ്പം നമ്മൾ പിന്നെ ഇത് മേടിക്കാനായിട്ട് പോകാനിരിക്കണം. നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ബേസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 2 കാലൊക്കെ വെച്ചു. ഇനി നമുക്ക് ഈ സീറ്റ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുവാണ് എങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് മാത്രമാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് മുറുക്കി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുള്ള് സാധനം സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിട്ടിരിക്കുന്നത് നമ്മുടെ റൂമിൽ തന്നെയാണ്. നമുക്ക് പ്രത്യേകം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൂമിൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ബെഞ്ച് വെച്ച് നമുക്ക് ഇൻക്ലൈനും ഡിക്ലൈനും സ്ട്രെയിറ്റും എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിക്ക് സെറ്റ് ചെയ്ത് എടുത്തേച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൾട്ടിപർപ്പസ് ബെഞ്ച്, 18-1 മൾട്ടിപർപ്പസ് ബെഞ്ച്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് മേടിക്കാം, കുഴപ്പമില്ല. നല്ലതാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല വർക്കൗട്ട് ക്വാളിറ്റി എല്ലാം ഉണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാറിൻ്റെ കുറച്ച് ആക്സസറീസ് അൺബോക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ കാറ് പെയിൻറ്റിങ്ങിനും കുറച്ച് പാച്ച് വർക്കിനൊക്കെ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് പുതിയതായിട്ട് ഇറക്കുമ്പോൾ കുറച്ച് പുതിയ ആക്സസറീസുകൾ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.